തെക്കുവടക്ക് സർവീസിന്റെ ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് വേറൊരു ഭാഷ കേൾക്കാം. അത് കാസർഗോഡ് ജില്ലയിലെ തുളു ഭാഷയാണ്. അപ്പം അതിന് ലിപിയില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനും ഇത് തുളു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിമനോഹരമായ റാണിപുരം ആണ്. വരൂ. കാസർഗോഡ് ജില്ലയിൽ നിന്നും റാണിപുരത്തേക്കുള്ള ദൂരം ഏകദേശം 85 കിലോമീറ്ററാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാടിൽ നിന്നും റാണിപുരത്തേക്കുള്ള ദൂരം 43 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ പനത്തടിയിൽ നിന്ന് റാണിപുരത്തേക്ക് എത്താൻ വേണ്ടി ഏകദേശം 10 കിലോമീറ്ററാണുള്ളത്. അങ്ങനെ നമ്മളെ യാത്രയിൽ മനുവേട്ടൻ, അതുപോലെ തന്നെ ബിജീഷ്, രാഹുൽ, സന്ദീപ്, സുനി, അശ്വിൻ തുടങ്ങിയവരെല്ലാവരും ഇന്നത്തെ യാത്രയിൽ എത്തിയിട്ടുണ്ട്. കാലങ്ങൾ ഇത്ര മുമ്പ് പോയാലും യാത്രകളെല്ലാം പഴയ പോലെ തന്നെ. ഒരു മരത്തിൻ്റെ മുമ്പ് കണ്ടാലും തുള്ളിച്ചാടി നടക്കണം. രാഹുൽ, മനുവേട്ടൻ, സുനിയേട്ടൻ, അപ്പു, ബിജീഷ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും തന്നെ യാത്രയിലുണ്ട്. ആനയെ കടുവ തന്നെ കാണുന്നത് ചോദ്യത്തിലക്കിയത് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായി. അങ്ങനെ എല്ലാവരും നമ്മുടെ ടീമിൽ 8 പേരും അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നു. മനോട്ടാ അങ്ങനെ മുകളിലേക്ക് എത്തിയല്ലേ? സൂപ്പർ കിട്ടി. ഡബിൾ ഓക്കെ ഉള്ളോ? ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ ഹായ് കൊടുത്തേ. അങ്ങനെ ആദ്യ 1 കിലോമീറ്ററിനിടയിൽ ആദ്യ റെസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ പാതയിലൂടെ ശക്തമായ ടീമുകൾ രാഹുലും സംഘവും മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. അങ്ങനെ ഞങ്ങളെ യാത്രയിൽ ഇത് ആദ്യത്തെ റെസ്റ്റ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ എല്ലാവരും ഇങ്ങനെ മലനിരകളിൽ എല്ലാ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വഴികാട്ടിയായിട്ട് അവസാനം സന്ദീപിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നു. യാത്രയിലെ മനോഹര ദൃശ്യങ്ങളാണ്. ആദ്യ റെസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തന്നെയുള്ള മനോഹര ദൃശ്യങ്ങളാണ് വീട്ടിൽ കാണുന്നത്. കുറേ കൺഫ്യൂഷൻ, എന്നാലും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. യാത്രകളാണല്ലോ നമ്മുടെ എല്ലാമായ സന്തോഷം.
ഇങ്ങനെ മനോഹരമായ യാത്രയിലൂടെ വെള്ളവും സംഘവും വിജനമായ പാതയിലൂടെ ആനയും 2 ദിവസത്തെ റെസ്റ്റിന് ശേഷം ഇന്നാണ് റാണിപുരം തുറന്നത്. അപ്പോൾ റാണിപുരം തുറന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ മുകളിലേക്ക് ആന ഇന്നലെ ഇറങ്ങിയതായിട്ടുള്ള വലിയ സൂചനയെല്ലാം 90 രൂപയിലെല്ലാം മനുഷ്യൻ വെള്ളം കുടിക്കുന്നുണ്ട്. യാത്രയിലാണ് ഞങ്ങളെല്ലാവരും. ഭയങ്കര പരവേശം. പരവേശം ഉണ്ടാവും അല്ല ഉള്ളു, പരവേശം ഉണ്ടാവൂലേ? അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പഴയ കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സുനിയേട്ടനും സന്ധ്യയും മുമ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നോക്കുന്നു. പിന്നെ പുറകിലേക്ക് നമ്മളെ ബാക്കി ടീം എല്ലാവരും അവരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയും ചിരിക്കുകയും കളിതമാശകൾ പറഞ്ഞ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യൊന്നും ചെയ്യണ്ട, നമുക്ക് പരിഹാരമാക്കാം. എന്ത് മനോട്ടാ എന്തൊക്കെ പറയാണ്ടാ പറയാപ്പോ. അച്ചു നീ എൻ്റെ അടുത്ത് നീ അതിലെ പോലെ അച്ചു ഈല വാ. നമ്മ ഈല കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുന്നു. അതേത് പാത? അടുത്ത മതിയാവ് തുമ്പ് കൊണ്ടാണേ നീ കിലോമീറ്റർ അങ്ങോട്ട് പോലെ ഞാൻ തരും നിന്റെ കൂടെ. പണ്ടേരടാ നല്ല പോകാനായി. അല്ലാതെ ഇവിടെയാണ് ഈ ലോകത്ത് പച്ച രണ്ട് ദൈവമോ. 6 കിലോമീറ്റർ ഒന്ന് താഴ്ന്ന് മീത്തല വരെ 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എവിടെ 2 കിലോമീറ്ററിനടുത്ത്. നമുക്ക് തിരിച്ചു വരുന്ന യാത്രക്കാരോട് ചോദിക്കാം. അതെ, എങ്ങനെയുണ്ട് നോക്കി. ഏകദേശം പകുതിയായപ്പോൾ മനോഹരമായ മലനിരകൾ താഴേക്ക് കാണാൻ തുടങ്ങി. വളരെ മനോഹരം. ഒടുവിൽ മനുവേട്ടൻ വസ്ത്രം ഊരേണ്ടി വന്നു. അങ്ങനെ നടന്ന് ഏകദേശം ഒരു പകുതിയോളം എത്തിക്കഴിഞ്ഞതാണ്ട. ചുറ്റും നോക്കുമ്പോൾ താഴെ കയറി വരുന്ന ആൾക്കാർ ചെറിയ കടുക് മണിയുടെ അത്ര മാത്രമേ കാണൂ. ദൂരേക്ക് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്ത് മനോഹാരിത നീണ്ടു നിവർന്നു നിൽക്കുന്ന മലനിരകൾ. അങ്ങനെ റാണിപുരത്തിന്റെ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാം. ഇത് കഴിഞ്ഞപ്പോൾ അപ്പയിലെ കല്ല് ഇതിന്റെ ടോപ്പിലേക്ക് കയറുന്നില്ല, ആങ് സൈഡിലേക്ക്. ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അച്ചു.
ഞാൻ അച്ചു കയ്യെല്ലാം കാണിച്ച് പതുക്കെ മന്ദം ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആളാകെ ക്ഷീണിച്ചു. 20-21 വയസ്സ് മാത്രമാണ് അച്ചുവിൻ്റെ പ്രായം. പക്ഷെ അച്ചുവിന് ഈ മലനിരകളിലേക്ക് കയറി എത്തിപ്പെടാൻ അല്പം എന്താ പറയണ്ടേ സമയമെടുത്തു. രാഹുൽ, അതിൻ്റെ പുറകിലുള്ളത് സുനി. രാവിലെ എന്തായി നിന്നെ കന്നാടിയിൽ താഴെ വീണോ? ഇനി നമ്മ അതിൽ പോണ്ടേ? പിന്നെ ഇതൊക്കെ അങ്ങനെ നടന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനമായ മാളത്തുമലയിലെ ടോപ്പിലേക്ക് എത്താൻ പോകുന്നു. ഈ മലയും കൂടി കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്ന ആ വലിയ പാറേൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതാണ് റാണിപുരത്തിൻ്റെ ഹിൽ ടോപ്പ്. അപ്പോൾ അടിപൊളി, ഒന്നും പറയാനില്ല. ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന മലയുടെ കണ്ണെത്താ ദൂരത്ത് നിൽക്കുന്ന മലനിരകൾ, കോടമഞ്ഞ് മലനിരകളുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഒന്നും പറയാനില്ല. അപ്പോൾ യാത്രകൾ തുടരട്ടെ. അങ്ങനെ എത്തി. നിന്റെ ചങ്ക് ബ്രോ എടുത്തു കാണുന്നില്ല, പാതി വഴി നടത്തുന്ന നിർത്തിയാ. ഇതാണ് റാണിപുരത്തിൻ്റെ ഹിൽ ടോപ്പ്. ഈ കല്ലിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ ബാക്കി വീഡിയോ. കയ്യാണിക്കേ അവസാന മനുഷ്യനായി പള്ളു മന്ദം നടന്ന് നീങ്ങുന്നുണ്ട്. എന്നാലും രണ്ടാൾ പുറകിലുണ്ടല്ലേ. മടുത്തു ഗൈസ്. സുനേട്ടാ എന്നാലും നിർത്തൂലല്ലേ? അപ്പൊ തുടങ്ങിയിട്ട് ടൈപ്പിനെ തീരുന്നവരല്ലേ സുനേട്ടാ? അപ്പൊ പിന്നെ ഉഷാറായല്ലേ? ക്ഷീണമെല്ലാം മാറി. നല്ലൊരു വൈബാണ് കിട്ടിയത്. തകർക്കുന്നുണ്ട്, തകർക്കും. ഇതാണ് റാണിപുരത്തിന്റെ അച്ഛൻ കല്ല്. എന്നാലും വന്നാലും സുനേട്ടാ ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് അല്ലേ? സൂപ്പർ. ഈ സംഭവം ഇതിനെ കൂടെ ഉണ്ട് വയ്യാതെ. വീടിങ്ങനെ കയറി വന്നോണ്ടല്ലോ. വീടിന് അങ്ങോട്ട് മ്യാരൊക്കെ ലുക്ക് കേട്ടാ. എന്തെന്ന് നോക്ക് സുനേട്ടാ. എന്താ ഹരിത ഭംഗീനെ. അപ്പോൾ നമ്മളെ ടോപ്പിലേക്ക് ഇതങ്ങനെ ഈ കൈവരിയെല്ലാം കടന്ന് പിടിച്ച് ഇങ്ങനെ കയറി റാണിപുരത്തിൻ്റെ ടോപ്പിലേക്കെത്തി.
കൂട്ടാട്ടാനാവും. അയ്യോ എന്റെ തല ഇവിടെ ചേർത്ത് കിട്ടിയത് വൈകുന്നു. റാണിപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് മനോഹരമായ കാഴ്ച. ഈ ഭാഗത്ത് ഇങ്ങനെ താഴെ കാണുന്നിടത്താണ് നമ്മൾ കയറി വന്ന ആ സ്ഥലങ്ങളാണ് ഇതുള്ളത്. കണ്ട സൂം ചെയ്തിട്ട് കാണുന്നുണ്ടോ അറിയില്ല. താണ്ട ഈ പ്രദേശമാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രി കാര്യങ്ങൾ. ഇതാണ് എൻട്രൻസ് വരുന്നത്. അതുകൊണ്ട് ഇവിടുന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് അതെങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തേണ്ടത്. എത്തി. രണ്ടാൾ വരുന്നുണ്ട് ഇതിൽ കൂടി ഇങ്ങനെ. മനോട്ടനും സംഘവും അവിടെ ഇരുന്നിട്ട് വിസിലടിക്കുന്നത്. മനോട്ടൻ കാണുന്നുണ്ട്. ഒരു കൈ ഓക്കെ ഓക്കെ. ഈ മലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ 2 വീഡിയോ എടുക്കാതെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായ നമ്മുടെ റാണിപുരം മലനിരകളിലേക്കാണ്. യാത്രകൾ അടിപൊളിയാണെങ്കിൽ ഈ യാത്ര അതിലും മനോഹരം. ഈ മലയിൽ മുകളിൽ കാണുന്ന ഈ കോടമഞ്ഞ് മലകൾ മുഴുവൻ, അതായത് എല്ലാ സ്ഥലങ്ങളും മൂടി തൊട്ടടുത്ത് നിൽക്കുന്നവരെ കാണാത്ത രീതിയിലുള്ള അത്രയും കോടമഞ്ഞ് ഈ മലേൻ്റെ മുകളിൽ നിന്നാണ്. ചെറുതായിട്ട് വരുന്നുണ്ട്. കോടമഞ്ഞ് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ കോടമഞ്ഞെല്ലാം മുകളിൽ കയറും. മൊത്തം കോടമഞ്ഞാൽ മൂടി നിൽക്കും. കോടമഞ്ഞ് ഇങ്ങനെ പോകും ഇത് കൂടി. തെങ്ങ് മോളുന്നുണ്ടാ ഒരു 3 എണ്ണം വരുന്നത്. അതാണ് അച്ഛൻ്റെ കോടമഞ്ചി. അതിലെ പുറത്ത് അച്ഛൻ ആന കണ്ടതല്ലേ? ആന നല്ല തണുപ്പായിരുന്നു. ഉണ്ടാവൂലേ? അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഇതിന്റെ മുകളിലേക്ക് എത്തിയല്ലേ? ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന് നല്ല 3ാമത്തെ പ്രാവശ്യം. ഇത് സുനിയേട്ടൻ അടിച്ചു പൊളിച്ചു. ഞാൻ 6ാമത്തെ പ്രാവശ്യം വരുന്നത്. എന്നിട്ട് അടിച്ചു പൊളിച്ചു. തിരിച്ചു പോയി. ഒരു പ്രാവശ്യം പകുതി വന്ന് തിരിച്ചു പോയി. പക്ഷെ ഇപ്രാവശ്യം പൊളിച്ചു. ഡ്രൈവർ ഒരു ഇതും കൂടി വേണം, ഒരു ബ്ലൂടൂത്തും കൂടി ആയി വരുന്നു. ഞാൻ കുറേ പ്രാവശ്യമായി വരുന്നു. ഓട്ടോ ആയിട്ടും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. പിന്നെ വരുന്നില്ലേ? പിന്നെ ഒരു ബ്ലൂടൂത്ത് എല്ലാം എടുത്തിട്ട് വരണം കേട്ടാ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. സൂപ്പർ. ഫ്രെയിമെല്ലാം നോക്കാം. അടിപൊളി ഫ്രെയിമാണ്. അടുത്ത സിനിമയിലെ വില്ലനാണ്. വന്നിട്ട് എടുത്തു വെച്ച കല്ല് വലുതായി അല്ലേ? പണ്ട് എടുത്തു വെച്ച കല്ല് അങ്ങനെ തന്നെ ഉണ്ട്. അതെ, പണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ വന്നതാണ്. ട്രക്കിങ്ങിന് വരുമ്പോ ചെറിയ കല്ലുണ്ടായതാണ്. പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു കുസൃതിയിലുണ്ട്. കല്ലുകളുടെ അടുത്ത് ഇങ്ങനെ കുഴിച്ച് വെക്കും. കുഴിച്ച് വെച്ചിട്ട് അത് വളർന്ന് വലുതാവുന്നാണ് പറയുന്നത്. ഒരു ഓർമ്മയാണ് ഇപ്പൊ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പ്രകൃതിയിലെ ഒരു രഹസ്യം അല്ലേ? എങ്ങനെയുണ്ട് സുനേട്ട? ഇതല്ല നിങ്ങൾ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടുള്ളോ? അതാന്ന് പറഞ്ഞത്. നമ്മളൊന്നിച്ച് വന്നാലേ ഇത് കാണും.
ഒരു താളത്തിനനുസരിച്ച് വരുന്നു. നോക്കിയാ ആടുന്ന് വരുന്നു. ഉണ്ടാ ഇങ്ങനത്തെ ഒരു നിമിഷം കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം മോനെ. അവിടെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. ഇവിടെ വന്നിട്ട് ഇവിടെ അതാണ്ടാ നമ്മളെന്ന് വന്നാൽ ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഇപ്പൊ എല്ലാരും കിഞ്ഞു പോയില്ലെങ്കിൽ എന്താട്ടി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. പ്രകൃതിയിലെ ഒന്നിക്ക് നോക്കിയാ ഉണ്ണി വേഗം കൊടുക്കടെടുത്തിട്ട് നിന്നെ കാണുന്നില്ല. എടാ ആ പരിസരത്ത് ആന ഇറങ്ങും കേട്ടോ. അതിൽ ആന വരും. മഞ്ഞിറങ്ങിട്ടാ സൂപ്പർ അല്ലേ. ഓടമഞ്ഞിന് കാണാൻ സാധ്യതയില്ല. മാറുന്നോ? അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന കുറച്ച് വീഡിയോസും ബാക്കി കാര്യങ്ങളെല്ലാം അതൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെ നന്ദി.